വീടുകൾ ഏപ്രിൽ 15 കൊടുക്കാം എന്ന് മുഖ്യമന്ത്രി പറഞ്ഞല്ലോ. ഇത് മൂന്നാമത്തെ ചോദ്യം. മുഖ്യമന്ത്രി പറഞ്ഞു എന്നുള്ളത് ശരിയാണ്. മുഖ്യമന്ത്രി പറഞ്ഞത് ഊരാളുങ്കൽ കമ്പനി ഈ കാര്യത്തിൽ അതിനുള്ളിൽ കൊടുക്കാം എന്ന കാര്യത്തിൽ ഉറപ്പുവരുത്തിയതിന് ശേഷം തന്നെയാണ്. അക്കാര്യത്തിൽ ഒരു കുറവുണ്ടായത് കേരളത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ് അസം, ബംഗാൾ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വ്യാപകമായിട്ടുള്ള ജീവനക്കാർ കുറേ ആളുകൾ കേരളത്തിൽ വോട്ട് ചെയ്യുന്നവരുമായി ബന്ധപ്പെട്ട് പോയി. അസമിലും ബംഗാളിലും വോട്ട് ചെയ്യേണ്ടവർ അഡ്വാൻസായി ആ സ്ഥലങ്ങളിലേക്ക് പോയി. ഇതിൻ്റെ ഒരു ചെറിയ കുറവുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ, ഞാനിന്ന് രാവിലെ നോക്കിയപ്പോൾ 625 തൊഴിലാളികൾ ഫീൽഡിലുണ്ട്. തെരഞ്ഞെടുപ്പിന് ശേഷം കൂടുതൽ ആളുകൾ തിരിച്ചു വരും. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ 102 വീടുകളുടെ പൂർണ്ണമായിട്ടുള്ള നിർമ്മാണം പൂർത്തീകരിച്ചു കഴിഞ്ഞു എന്നാണ് കിഫ്കോൺ നൽകിയിട്ടുള്ള, ക്ഷമിക്കണം, ഊരാളുങ്കൽ നൽകിയിട്ടുള്ള വിവരം. 102 വീടുകൾ. 25-നകത്ത് 178 വീടുകളുടെയും ചെറുതും വലുതുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനുണ്ടെങ്കിൽ പൂർത്തീകരിക്കും. 14 കിലോമീറ്റർ റോഡാണ് ഈ 178 വീടുകൾക്കിടയിലൂടെ വരാനുള്ളത്. ആ 178 വീടുകൾക്കിടയിലൂടെ വരാനുള്ള റോഡുകളുടെ നിർമ്മാണവും ഈ 10 ദിവസത്തിനുള്ളിൽ പൂർത്തിയാകും എന്നാണ് കിഫ്കോണും ഊരാളുങ്കലും നമുക്ക് നൽകിയിട്ടുള്ള ഉറപ്പ്. അപ്പോൾ ആ കാര്യത്തിൽ ഏറ്റവും വേഗതയിൽ വീട് നിർമ്മിച്ചു കഴിഞ്ഞാൽ കിഫ്കോണും ഊരാളുങ്കലും സംയുക്തമായ പരിശോധന, വീട്ടുകാരനും ഊരാളുങ്കലും കിഫ്കോണും കൂടിയിട്ടുള്ള സംയുക്തമായ പരിശോധന കഴിഞ്ഞ് വീട് കൈമാറുമ്പോഴും 5 കൊല്ലം ഇവർക്ക് ഏത് പരാതി ഉണ്ടെങ്കിലും പരിഹരിക്കപ്പെടാതെ പൂർണ്ണമായ പണം കൊടുക്കില്ല എന്ന സർക്കാരുമായി ബന്ധപ്പെട്ട ഗ്യാരണ്ടി ഇതെല്ലാം ഈ നഗരത്തിനകത്ത് നിലനിൽക്കുന്നുണ്ട് എന്ന കാര്യം കൂടി ശ്രദ്ധയോടെ അറിയിക്കുകയാണ്. അതുകൊണ്ട് വീടുകളുടെയും റോഡുകളുടെയും ഈ 178 എണ്ണത്തിൻ്റെ ഏപ്രിൽ അവസാനത്തോടെ പൂർത്തീകരിക്കും എന്നാണ് ബന്ധപ്പെട്ടവർ നൽകിയിട്ടുള്ള ഉറപ്പ്. ആ ഉറപ്പ് കേൾക്കുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 10-15 ദിവസം ഉണ്ടായിട്ടുള്ള വൈകൽ സ്വാഭാവികമായിട്ടും ആ വിധത്തിലാണ്. മെയ് മാസം ആദ്യവാരം തന്നെ ആളുകൾക്കൊക്കെ സ്വാഭാവികമായിട്ടും ഈ വീടുകളിലേക്ക് വരാനുള്ള സൗകര്യമുണ്ട്. വീടുകളിൽ വന്ന് താമസിക്കുന്നവർക്ക് ഫർണിച്ചർ വാങ്ങാൻ 1 ലക്ഷം രൂപ വരെ കൊടുക്കാം എന്ന് ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുണ്ട്. അത് കോഡ് ഓഫ് കോണ്ടക്റ്റിനെ ബാധിക്കില്ല. കാരണം ഗവൺമെൻറ്റിൻ്റെ ഉത്തരവ് അതിന് മുമ്പ് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. അവർക്ക് ഇഷ്ടമുള്ള ഫർണിച്ചറുകൾ മേടിക്കാം. സർക്കാർ കോമണായി ഏതെങ്കിലും ഒരു ഏജൻസിയെ കൊണ്ട് അത് കൊടുക്കുകയല്ല, അവർക്ക് ഇഷ്ടമുള്ളത് മേടിച്ച് ബില്ല് ഹാജരാക്കുന്ന പക്ഷം ആ പണം ഉത്തരവാദിത്വത്തോടു കൂടി ജില്ലാ ഭരണകൂടം കൊടുക്കാനായി ബന്ധപ്പെട്ട ഇതിൻ്റെ സ്പെഷ്യൽ ഓഫീസുമായി ബന്ധപ്പെട്ട് ജില്ലാ ഭരണകൂടവുമായി കൂടിയാലോചിച്ച് അത് കൊടുക്കാനുള്ള സംവിധാനം കൂടി തയ്യാറാക്കിയിട്ടുണ്ട്. എൻ്റെ ഞാൻ തന്നെ ചോദിക്കുന്ന, നിങ്ങളും കൂടി ചോദിക്കുന്ന 3 ചോദ്യങ്ങളുടെ പ്രസക്തമായ ഉത്തരവ് ഇതാണ്.